നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാഗ് ബംഗ്ല എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ ഇതെഴുതിയ കമലേശ്വറിനെ പറ്റി ആദ്യം നോക്കാം. കമലേശ്വർ ജനിച്ചത് ഉത്തർപ്രദേശിൽ 6 ജാനുവരി 1932 അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം കമലേശ്വർ പ്രസാദ് സക്സേന. ഇദ്ദേഹം ഈ എഴുതുന്ന പേരാണ് കമലേശ്വർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് നെയിമാണ് കമലേശ്വർ. 20th സെഞ്ച്വറിയിലെ ശക്തരായിട്ടുള്ള ലേഖകന്മാരിൽ ഒരാളായിരുന്നു. കഹാനി, ഉപന്യാസ്, പത്രകാരിത, സ്തംഭലേഖൻ, ഫിലിം പട്കഥ എന്നീ സാഹിത്യവിധകളിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നയി കഹാനി ആന്തോളൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭയങ്കര പ്രശസ്തമായ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വർക്കാണ് കിത്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഉപന്യാസം, അതായത് നോവല്. അപ്പോൾ ഈ കിത്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നോവലിന് 2003 സാഹിത്യ അക്കാദമി പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടി. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് രചനകളെ പറ്റി നോക്കാം. പട്കഥകളാണെങ്കിൽ ആന്തി, മൗസം, സാരാകാശ്, സൗതൻ, ലൈല, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അദ്ദേഹം ദൂരദർശനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പത്രികകളുടെയൊക്കെ സമ്പാദന ചെയ്തിട്ടുണ്ട്. വിഹാൻ, നയി കഹാനിയ, സാരിക, കഥായാത്ര, ഗംഗ, ഇംഗിത്, ശ്രീവർഷ് എന്നീ പത്രികകളുടെ സമ്പാദകമായിരുന്നു. പിന്നെ കുറച്ച് ഉപന്യാസം നോക്കാം. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ. അത് നോക്കുകയാണെങ്കിൽ ടാഗ് ബംഗ്ല, കാലി, ആന്തി, കിത്നെ പാകിസ്ഥാൻ, ഇത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഈ കിത്നെ പാകിസ്ഥാനാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി കിട്ടിയത് 2003. രേഗിസ്ഥാൻ, ഏക്കോർ ചന്ദ്രകാന്ത, ഇങ്ങനെ കുറേ ഉപന്യാസം എഴുതിയിട്ടുണ്ട്. ഇനി കഹാനി സംഗ്രഹമാണെങ്കിൽ ബയാൻ, മാംസ് കാ ദരിയ, ഖായി ഹുയി ദിശായേം, നാഗ്മണി, ഇത്നെ അച്ഛേ ദിൻ, ഇനിയും ഒരുപാട് കഹാനി സംഗ്രഹം എഴുതിയിട്ടുണ്ട്. നാടകം 3 നാടകമാണ് എഴുതിയിട്ടുള്ളത്. അധൂരി ആവാസ്, റേത് പർ ലിഖേ നാം, ഹിന്ദുസ്ഥാ ഹമാര. ഇനി നമ്മുടെ ടാഗ് ബംഗ്ല എന്ന് പറയുന്ന ഉപന്യാസ്, അതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലാഷ് ബാക്ക് ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ ഈര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ ടാഗ് ബംഗ്ല, അതായത് അതിൻ്റെ മീനിങ് ഗസ്റ്റ് ഹൗസ് എന്നാണ്. ഈ ഗസ്റ്റ് ഹൗസിനെ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഇതിലെ ക്യാരക്ടറായിട്ടുള്ള ഈരയുടെ മനസ്സിനെയാണ് ടാഗ് ബംഗ്ല എന്ന് പറയുന്നത്. അതായത് ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരുപാട് ആൾക്കാർ വരും, അതുപോലെ പോവുകയും ചെയ്യും. ചിലരവിടെ സ്റ്റേ ചെയ്യും, കുറച്ച് മെമ്മറീസൊക്കെ ഉണ്ടായിരിക്കും, അങ്ങ് പോവും, വരുന്നു പോകുന്നു. അതുപോലെയാണ് നമ്മുടെ മനസ്സിലും. ഒരുപാട് പേര് വരുന്നു, ചിലരൊക്കെ സ്റ്റേ ചെയ്യുന്നു, ചിലരൊക്കെ പോകുന്നു. ആ ഒരു ഐഡിയനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ടാഗ് ബംഗ്ല എന്ന നെയിം ഈ ഉപന്യാസത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് ഈര, മേജർ സോളങ്കി, ബത്ര, ഡോക്ടർ ചന്ദ്രമോഹൻ, വിമൽ, തിലക്, പിന്നെ ഷീല, മറ്റു കുറച്ചുകൂടി ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്രയും പേരാണ് മെയിനായിട്ടുള്ളത്. ഈരനെ പറ്റി നോക്കുകയാണെങ്കിൽ കുഞ്ഞിലെ, വളരെ ചെറിയൊരു ഏജിലെ അവളുടെ അമ്മ മരിച്ചു പോകും. അച്ഛനാണെങ്കിൽ അത്ര സ്നേഹമൊന്നുമില്ല. 12 വയസ്സൊക്കെ ഉള്ളപ്പം ഇവളാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശി കഥയിലെ രാജകുമാരനെ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ ഫാൻറ്റസി, അങ്ങനെ ഒരു കൊച്ചാണ്. അപ്പോൾ ഈര പക്ഷേ ഈ പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ടാലൻറ്റഡ് ആണ്. നാടകങ്ങൾ എഴുതുകയും ആക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അവളുടെ പാഷൻ തന്നെ ഈ നാടകം ആക്ട് ചെയ്യുക എന്നതാണ്. ഈ സ്റ്റോറി വായിക്കുമ്പം നമുക്ക് ചിലർക്കെങ്കിലും ഈരയുടെ ക്യാരക്ടറിനോട് ഒന്നിനു പുറകെ ഒന്നായി ഓരോ പുരുഷന്മാരുടെ പുറകെ നടക്കുന്ന അവളുടെ ഒരു മൈൻഡിനോട് ചിലപ്പം ദേഷ്യം തോന്നും. പക്ഷേ അവൾക്ക് വേണ്ടത് ഒരു കവചം പോലെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ലൈഫ് ലോങ് സ്നേഹിക്കുന്ന, ഒരു ട്രൂ ലവ് ഒക്കെ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഒരു പുരുഷനെയാണ് അവൾക്ക് വേണ്ടത്. പക്ഷേ ഈ കഥയിൽ ഉടനീളം അവൾക്കത് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവളുടെ മനസ്സ് ഈ ടാഗ് ബംഗ്ല പോലെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത്. ഒരുപാട് പുരുഷന്മാർ അവളെ ജസ്റ്റ് ഉപയോഗിക്കാൻ മാത്രമാണ് ചെയ്യണത്. കുറച്ച് ആൾ സ്നേഹിക്കും, പിന്നെ കളയാം. അവളുടെ ലൈഫിൽ വരുന്ന ഒരു പുരുഷന്മാരും ഇങ്ങനെ സ്റ്റേ ചെയ്യുന്നില്ല പെർമനൻ്റായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്ത് തന്നെ നൃത്യ, സംഗീത, നാട്യ ഇതെല്ലാം പഠിക്കുകയും നാടകം എഴുതുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൾ ആദ്യമായിട്ട് അവളുടെ ഫസ്റ്റ് ലവ് അതിനെ മീറ്റ് ചെയ്യുന്നതാണ്. ഷിംലയിൽ കോളേജിലെ ക്ലബിൻ്റെ കൂടെയൊക്കെ നാടകം ആക്ട് ചെയ്യാനായിട്ട് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഇവൾ അവളുടെ സ്വപ്നങ്ങളിലെ രാജകുമാരനായിട്ട് വിമലുമായിട്ട് മീറ്റ് ചെയ്യുന്നത്.
ഫസ്റ്റ് ലവറാണ് വിമൽ. അപ്പോൾ ഇവരൊന്നിച്ച് വർക്ക് ചെയ്യുകയും നാടകത്തിൽ ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. പക്ഷേ തുടർന്ന് പോകുമ്പോൾ വിമലിന് നാടകത്തിലൊന്നും സക്സസ് കിട്ടുന്നില്ല, ഒരു ലാഭമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ വിമൽ പിന്നെ വീട്ടിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ആവുന്നുണ്ട് ഇവളുടെ ആ സമയത്ത്. അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റാണ്, കുറച്ച് സീനാക്കുന്നുണ്ട്. അങ്ങനെ വിമൽ അവളോട് ഒരു ജോലി നോക്കാൻ പറയാണ്. അങ്ങനെ ഇവൻ തന്നെ ഒരു ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഡോക്ടർ ബത്രയുടെ വീട്ടിൽ ഇവൾ ജോലിക്ക് കയറുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ഈ വിമലിന് ഈരനോട് ഭയങ്കര, അതായത് ഡോക്ടർ ബത്രേൻ്റെ വീട്ടിലാണല്ലോ അവളിപ്പോൾ നിന്ന് ജോലി ചെയ്യുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ജലസി തോന്നുന്നു. അതായത് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഡൗട്ടൊക്കെ തോന്നുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ അവളെ തേക്കും. അവളെ ഇട്ടിട്ട് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഈ ക്രാന്തികാരിയായിട്ട് അങ്ങ് പോവാണ്. ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരില്ലേ ഓരോ ഫൈറ്റ് ചെയ്തൊക്കെ നടക്കുന്ന ഈ പൊളിറ്റീഷ്യൻസൊക്കെ പോലെ അങ്ങനെ നടക്കുന്നവരാണ് ഈ ക്രാന്തികാരി എന്ന് പറയുക. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കത്തില്ലേ, അങ്ങനത്തെ ആൾക്കാർ. അപ്പോൾ വിമൽ ഈ ക്രാന്തികാരിയായി അങ്ങ് പോവാണ്. പിന്നീട് അവനെ പോലീസ് പിടിക്കുകയും ജയിലിലാക്കുകയും ബോംബെയിലേക്ക് പോവുകയൊക്കെ ചെയ്യും. ഇവളാ സമയത്ത് ബത്രൻ്റെ വീട്ടിലാണ്. ഇവൾക്ക് അച്ഛന് ശേഷം വിമലിലാണ് ഒരു കവചം അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുന്നത്. അതിനുശേഷം വിമൽ പോവുകയും വിമലിന് ശേഷം ഡോക്ടർ ബത്രയിൽ ഇവളാ കവചരൂപിയായിട്ടുള്ള പുരുഷനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കെ ഈ ഡോക്ടർ ബത്ര എന്ന് പറയുന്ന ആ കവചരൂപി പുരുഷൻ അതും അവളുടെ ലൈഫിൽ നിന്ന് പോവാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ലേഡിയുടെ ഒരു എൻട്രി, ഷീല എന്ന് പറഞ്ഞിട്ട്, ഇവളുടെ എൻട്രിയോടെയാണ് ഈരേൻ്റെ റോൾ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്. അതായത് ഈ ബത്രയും ഷീലയും ഭയങ്കര പ്രണയത്തിലായിരുന്നു പണ്ട്. അപ്പോഴാണ് ഇന്ത്യ പാക് വിഭജനം നടക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സെപ്പറേറ്റ് ആവും. പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ ഈ ഒരു വിഭജനം കാരണം ഇവർ സെപ്പറേറ്റ് ആവും. അങ്ങനെ അവളാണെങ്കിൽ ഷീല അവളുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മോശം ഈ വേശ്യ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അവൾക്ക് വേറെ വഴിയില്ല. അവളുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റോങ് റൂട്ടിലേക്ക് പോകേണ്ടി വരും. അതായത് അവളാണെങ്കിൽ ഓരോ പുരുഷന്മാരുടെ വീട്ടിൽ പോവും, അവിടെ അവരുടെ വൈഫായിട്ട് ജീവിക്കും. അവർക്ക് ഏതുവരെ അവൾ ആവശ്യമുണ്ട് അതുവരെ അവൾ വൈഫായിട്ട് അവിടെ ജീവിക്കും. ഇതാണ് അവളുടെ ജോലി. അങ്ങനെയാണ് ഇവൾ ഈ ബത്രയുടെ വീട്ടിലും വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുകയും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ ഈ ഈരയുടെ മുന്നിൽ ഷീല ബത്രയുടെ വൈഫായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയൽ വൈഫായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈര ബത്രയുടെ വീട്ടിൽ നിന്ന് പുറത്താവും. പക്ഷേ ഈ ബത്രയുമായിട്ട് റിലേഷൻഷിപ്പുള്ള സെയിം ടൈം തന്നെ ഡോക്ടർ സോളങ്കിയായിട്ടും ഈരയ്ക്ക് ചെറിയൊരു ബന്ധം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ബത്ര ഈ ബത്രയാണെങ്കിൽ ഇപ്പോൾ ഇവൾ പുറത്തായില്ലേ, ഡയറക്റ്റ്ലി ഈരയ്ക്കൊരു വേറൊരു ജോബ് സെറ്റ് ചെയ്ത് കൊടുത്താൽ അവളത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇൻഡയറക്റ്റ്ലി ബത്രയാണെങ്കിൽ ഡോക്ടർ ചന്ദ്രമോഹൻ്റെ വീട്ടിൽ ഒരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബത്രയ്ക്ക് ശേഷം അടുത്ത കവചരൂപി പുരുഷാണ് ഈ ഡോക്ടർ ചന്ദ്രമോഹൻ. അപ്പോൾ ഈ ചന്ദ്രമോഹൻ്റെ വീട്ടിൽ അടുത്ത് ഈരയ്ക്ക് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കും. അയാളാണെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടതാണ്. ഒരു 8-10 വയസ്സുള്ള 2 മക്കളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മക്കൾക്കൊരു ഗാർഡിയനെയും വേണം, അദ്ദേഹത്തിന് ഒരു പാർട്ട്ണറിനെയും വേണം. ഈ ഡോക്ടർ ബത്രയുടെ സഹോദരി ശ്രീലങ്കയിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അങ്ങനെ ബത്രയ്ക്ക് ശേഷം ഈര ചന്ദ്രമോഹനെ സെലക്ട് ചെയ്യാണ്. അവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. പക്ഷേ അവൾക്ക് ഹസ്ബൻഡായിട്ട് ഈ ഡോക്ടർ ചന്ദ്രമോഹനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ മനസ്സിൽ അദ്ദേഹത്തെ അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൾ ഇദ്ദേഹത്തെ വിട്ടിട്ട് നാഗ്പൂരിലേക്ക് പോവാണ്. പക്ഷെ അതിനുശേഷം ഇവൾ വിട്ടിട്ട് പോയി ഒരു 7-8 ദിവസം കഴിയുമ്പം ഡോക്ടറിൻ്റെ കോമ്പൗണ്ടറായിട്ടുള്ള താരയെ ഒരു രാത്രി കാണുകയും അവൾ പറയാണ് ഡോക്ടറിന് ഗോലി ലഗായി, അതായത്
ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയും. അങ്ങനെ അവൾ ഡോക്ടർ ചന്ദ്രമോഹനെ കാണാൻ വേണ്ടിയിട്ട് പോവായിരിക്കും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ അവളെ സ്നേഹത്തോടെയും ഒക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈരനോട്. പക്ഷേ ഈരയ്ക്ക് ഇതുവരെ അദ്ദേഹത്തിനോട് ഒരു വെറുപ്പ്, ദേഷ്യം ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവനിങ്ങനെ വയ്യാണ്ടായി കിടക്കുന്ന കാണുമ്പം ഈരയ്ക്ക് അദ്ദേഹത്തെ വീണ്ടും ജീവനോടെ കാണണം എന്ന് തോന്നും. അവൾക്ക് ആ ഒരു സമയത്ത് അദ്ദേഹത്തിനോട് സ്നേഹം തോന്നാൻ തുടങ്ങും. പക്ഷേ അപ്പോഴേക്കും ചന്ദ്രമോഹൻ മരിച്ചു പോകും. ആസാമിലെ വിദ്രോഹികൾ തെറ്റുപറ്റിയതാണ് ഇദ്ദേഹത്തെ. ഗവൺമെൻറ് ഓഫീസറാണെന്ന് വിചാരിച്ച് തെറ്റുപറ്റി ഷൂട്ട് ചെയ്തതാണ്. ഇദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്, രഞ്ജൻ, വിഞ്ചൻ എന്ന് പറഞ്ഞിട്ട്. ഈരയ്ക്ക് 2 മക്കളെയും തൻ്റെ കൂടെ കൊണ്ടുപോകണം, ദില്ലിയിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവളുടെ സൈഡൊന്ന് ക്ലിയർ ചെയ്യണം. അവൾക്കിപ്പോൾ മനസ്സിലായി ഡോക്ടർ ചന്ദ്രമോഹന് ശേഷം അവളാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ളത്, കുട്ടികളെ നോക്കണം എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അവളങ്ങനെ ഈ കുട്ടികളെ ദില്ലിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഡോക്ടർ ചന്ദ്രമോഹൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്. അവർ ഷില്ലോങ്ങിൽ ഈ 2 കുട്ടികളെയും അവരുടെ കൂടെ തന്നെ കൊണ്ടുപോകണം, അവരുടെ കൂടെ കീപ്പ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. അവൾ പറയും, അതായത് ഈ ഡോക്ടർ ചന്ദ്രമോഹൻ്റെ സിസ്റ്റർ ഈരനോട് പറയും, അവളുടെ ബ്രദർ മരിച്ചതിന് ശേഷം, ഡോക്ടർ ചന്ദ്രമോഹൻ മരിച്ചതിന് ശേഷം ആ ഭാബി ഏട്ടത്തി എന്നുള്ളൊരു റിലേഷനും ബ്രേക്കായി. അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്നത് ആവശ്യമുള്ളപ്പോൾ വന്ന് കാണാം. ഇപ്പം ഭാബി എന്നാണ്, പക്ഷെ എന്നിട്ടും വിളിച്ച് അഭിസംബോധന ചെയ്യണത് ഈരേനെ ചേട്ടത്തി എന്നാണ് വിളിക്കുന്നത്. അപ്പം ആവശ്യമുള്ളപ്പോൾ വന്ന് കാണാം, ഞാൻ കുട്ടികളെ കൊണ്ടുപോവാണ് എന്ന് പറയും. അപ്പോഴാണ് ആദ്യമായിട്ട് ഈരയ്ക്ക് തോന്നുന്നത് അവൾക്കും ഒരു വീടുണ്ട്, അവൾക്കും കുറച്ച് ബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം ഈരയ്ക്ക് തോന്നുന്നത് ഈ ഡോക്ടർ ചന്ദ്രമോഹൻ്റെ സഹോദരി ഇവളെ ഭാബി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവൾക്ക് തോന്നും ഡോക്ടർ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഡോക്ടറുമായിട്ട് അവൾക്ക് എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഡോക്ടർ അവളുടെ ആരൊക്കെയോ ആയിരുന്നു എന്ന് അവൾക്ക് തോന്നും. ഡോക്ടറിൻ്റെ സഹോദരി പറയും, ഈ ഡോക്ടർ ചന്ദ്രമോഹൻ 25,000 രൂപ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ സഹോദരിയുടെ പേരിലാണ് എഴുതി വെച്ചത്. പക്ഷേ അതിൻ്റെ പേപ്പർ, ആ 25,000ത്തിൻ്റെ പേപ്പർ ഈരയുടെ പേരിലാണ്. ശരിക്കും ഡോക്ടർ ബത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര തോട്ട്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈരയുടെ ലൈഫ് ഭയങ്കര വിഷമത്തിലായി. അവളുടെ ലൈഫിലുള്ളൊരു നല്ല ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു ഇവൾ വിഷമിക്കരുത്, നന്നായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, ഇവളെ പറ്റിയും ചിന്തിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇവളോട് ശരിക്കും സ്നേഹം ഉണ്ടായിരുന്നു. ഇവൾക്ക് പക്ഷെ അത് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഇവൾ ഈ കഥയെല്ലാം പറയുന്നത് ഡോക്ടർ സോളങ്കി, തിലക്, ഈരയൊക്കെ ഒന്നിച്ചുള്ളപ്പോഴാണ്. ഈ തിലക് എന്ന് പറയുന്നത് ഇവളുടെ ഫ്രണ്ട്. ഈ വിമലൊക്കെ ആയിട്ട് കമ്പനിയുള്ള സമയം തന്നെ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ തിലക് ഇവനാണ് ഈ സ്റ്റോറി എഴുതുന്നത്. ഈ തിലകിനോട് ഈര ഇങ്ങനെ പറയുന്നതായിട്ടും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തിലക് ഇവളുടെ ഈ സ്റ്റോറി ഇങ്ങനെ എഴുതുന്നതായിട്ടുമാണ് ഈ നോവല്. അപ്പോൾ ഈ തിലകിനോടിങ്ങനെ ഈര സ്റ്റോറി പറയുമ്പം തിലകിന് മനസ്സിലാവുന്നില്ല ഇവളുടെ ലൈഫും ക്യാരക്ടറും ഒക്കെ ഒന്നും. തിലകിനൊരു 4 ദിവസം കഴിഞ്ഞിട്ട് പോകണമായിരുന്നു. പക്ഷേ ക്ലൈമറ്റൊക്കെ കാരണം അവനാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് താമസിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കെ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഡോക്ടർ സോളങ്കിനെ റെസിഡൻസ് റോഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാണ്. അപ്പോൾ സോളങ്കി പറയാണ്, ഈര പോയി ഗസ്റ്റ് ഹൗസിൽ അവളുടെ സാധനങ്ങളെല്ലാം വിട്ടിട്ട് പോയി, ഒന്നും പറഞ്ഞില്ല, പക്ഷേ ഞങ്ങൾ ഒന്നിച്ചു പോകാനാണ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത് എന്ന് പറയും. അപ്പോൾ രണ്ടുപേരും ഭയങ്കര വറീഡാവും, എന്താ പറ്റിയെന്നറിയില്ലല്ലോ. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം ദില്ലിയിൽ വെച്ചിട്ട് തിലക് ഈരനെ മീറ്റ് ചെയ്യും. അപ്പോൾ അവൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അവളാണെങ്കിൽ ഡാക്ക് ഹൗസിലോട്ട് പോസ്റ്റ് ഓഫീസിലോട്ട് ലെറ്റർ കളക്ട് ചെയ്യാൻ പോയതാണ്. അത് നാഗ്പൂരിൽ നിന്ന് ദേമന്തി അയച്ച ലെറ്ററായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ വിമലാണെങ്കിൽ അവിടെ ഈരനെ സെർച്ച് ചെയ്തിട്ട് പോയി എന്നാണ് പറയണത്. അപ്പോൾ 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വിമലിൻ്റെ അറിവ് കിട്ടുന്നത്. 7-8 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈര അവനെ മീറ്റ് ചെയ്യും.
അവനാണെങ്കിൽ അപ്പം ഭയങ്കര മോശം അവസ്ഥയിലായിരുന്നു, മോശം കണ്ടീഷനിലായിരുന്നു. ഇവളവനെ ഫോഴ്സ്ഫുള്ളി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷേ അവൻ അവിടെ നിന്ന് പോവും. പിന്നീട് അവളാണെങ്കിൽ ഒരു പുതിയ ജോലി സെർച്ച് ചെയ്യും. അത് ചണ്ഡീഗഡിലാണ് അവൾക്ക് പുതിയൊരു ജോലി കിട്ടുന്നത്. അപ്പോൾ ഇവൾ തിലകിനെ വിളിച്ചിട്ട് പറയും, അവനോട് അൽവിദ ഗുഡ് ബൈ പറയും. അതുപോലെ അവനോട് പറയും ഇവളെ ചണ്ഡീഗഡിലോട്ട് കൊണ്ടുപോകാനായിട്ട് റെയിൽവേയിൽ വിടണം എന്ന് പറയും. അങ്ങനെ എന്നിട്ട് പോകാനായിട്ടെല്ലാം അറേഞ്ച് ചെയ്യും. പക്ഷേ അവൾ താമസിക്കുന്ന ആ വീട് ഇപ്പോഴും ഫുള്ളായിട്ട് ക്ലിയർ ചെയ്തില്ല. കാരണം അവൾക്ക് ഉറപ്പില്ല ഈ ചണ്ഡീഗഡിലുള്ള ഈ ജോലി പെർമനൻ്റ് ആണോ. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ അവൾക്ക് തിരിച്ചിവിടെ വരുമ്പം ആ വീട് നഷ്ടപ്പെടില്ലല്ലോ സാധനങ്ങൾ ഇരുന്നാൽ. അതിന് വേണ്ടിയിട്ടാണ് അവൾ സാധനങ്ങൾ ക്ലിയർ ചെയ്യാണ്ട് പോണത്. എന്നിട്ട് ഈര ഇങ്ങനെ തിലകിനോട് പറയാണ്, ഈ ടാഗ് ബംഗ്ലാവിൽ, അതായത് ഈ ഗസ്റ്റ് ഹൗസ്, അതായത് മനസ്സിനെയാണ് ഇവിടെ ഗസ്റ്റ് ഹൗസായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിൽ എത്ര പേര് സ്വന്തമാവും, എത്ര പേര് അപരിചിതരാണെന്നും നമുക്കറിയില്ലല്ലോ. യാത്രക്കാർ വരുന്നു പോകുന്നു, അതിൽ എത്ര പേര് സ്വന്തമാണെന്നും എത്ര പേര് അപരിചിതരാണെന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഈ തിലക് അവളെ ചണ്ഡീഗഡിലോട്ട് കാലക് മെയിലിൽ പറഞ്ഞു വിടുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ നോവൽ അവസാനിക്കുന്നു. അപ്പോൾ ഇതിലൊരു പെൺകുട്ടിയുടെ ലൈഫും അവളുടെ സ്ട്രഗിൾസും അവളുടെ ലൈഫിലെ സംവേദനകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവളുടെ മനസ്സ്, ഗസ്റ്റ് ഹൗസ് പോലത്തെ അവളുടെ മനസ്സ്, ഒരുപാട് പേര് വരുന്നു. അവൾ അവസാനം പറയുന്ന പോലെ ആരൊക്കെ സ്വന്തമാണെന്നും ആരൊക്കെ സ്ട്രേഞ്ചേഴ്സാണെന്നും എത്ര പേര് സ്റ്റേ ചെയ്യുന്നതെന്നും എത്ര പേര് പോകുന്നതെന്നും ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, അതിൻ്റെ ഗതിക്കനുസരിച്ച് നമ്മളും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകുന്നു. അതിനിടയ്ക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ടാവാം, കുറേ നല്ല കാര്യങ്ങളുണ്ടാവാം, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവളുടെ ആ ഒരു സംവേദനകൾ നിറഞ്ഞ സ്ത്രീ മനസ്സിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.